സുഹൃത്തുക്കളെ, മാത്യു സാമുവൽ ആളുടെ യൂട്യൂബിലെ വീഡിയോ, അവസാനത്തെ വീഡിയോ ഭയങ്കര രസമായിരുന്നു. എനിക്ക് ആ തന്തയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. അല്ല ജേക്കബ് തോമസ് പച്ച ചാണകം അത് ചിരിച്ചിരിച്ച് ഞാൻ കുറേ ചിരിച്ചു ഞാൻ. അപ്പോൾ മാത്യു സാമുവൽ കുറച്ച് മുമ്പ് വരെ എന്താണ് ഒരു സംഖ്യ ലൈനായിരുന്നു. ഇപ്പോൾ മാറി. കാരണം ഈ സുറിയാനി ക്രിസ്ത്യാനികളെ, പാവപ്പെട്ട പെന്തക്കോസ്തുകാരെ തല്ലുമ്പോൾ, പെന്തക്കോസ്തുകാരെ എനിക്ക് തീരെ ഇഷ്ടമല്ല, പക്ഷെ നമ്മൾ ഇഷ്ടമില്ലെന്ന് വിചാരിച്ചിട്ട് ഒരാളെ തല്ലുക, പിടിക്കുക, അതൊരിക്കലും നമ്മൾ അനുകൂലിക്കാൻ പറ്റും. സംവാദമാവാം, പരസ്പരം തെറി വിളിക്കാം. ദേഹത്ത് തൊടരുത്. ദേഹത്ത് തൊടുന്നത് റോങ് ആണ്. നമ്മൾ ഇനി ഒരിക്കലും അനുകൂലിക്കില്ല. ദേഹത്ത് തൊടരുത്, അവൻ്റെ ജോലി കളയിക്കരുത്, ഒന്നും ചെയ്യരുത്. അപ്പോൾ ഈ മാത്യു സാമുവൽ ഈ സുറിയാനി ക്രിസ്ത്യാനികളെ തൊട്ടതാണോ, അല്ലെങ്കിൽ ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ ആളുടെ ചാനൽ പൂട്ടിയതാണോ, എന്തോ അറിയില്ല. അങ്ങനെ ആള് മാറി. ഒരു കാര്യം അതാണ്, ഇപ്പോൾ നമ്മൾക്ക് മുസ്ലിങ്ങളോട് ഇത് കണ്ടുകൂടാ, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ കണ്ടുകൂടാ എന്ന് പറഞ്ഞാലും നമ്മുടെ ഇന്നത്തെ മെയിൻ ത്രട്ട് ആരാണ് എന്നുള്ളതാണ് മെയിൻ നമ്മുടെ ചോദ്യം. അപ്പോൾ അത് മാത്യു സാമുവൽ എന്ന് തിരിച്ചറിഞ്ഞു. ഇന്ത്യയെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരേ ഒരു വർഗീയത എന്ന് പറയുന്നത് ഈ കുറുവടി പിടിച്ച് നടക്കുന്ന, മുന്നിൽ ചിരിക്കുകയും ബാക്കിൽ കുത്തുകയും ചെയ്യുന്ന ഈ നാറികളാണ്. ഇവർ OIP എന്ന് പറഞ്ഞിട്ട് നമ്മളെ കുറേ കളിപ്പിച്ചു, അണ്ണാസാരെ എന്ന് പറഞ്ഞിട്ട് കുറേ കളിപ്പിച്ചു. പിന്നെ രവിചന്ദ്രൻ നാസ്തിക മോർച്ച സ്വതന്ത്ര ചിന്തകരാണെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചു. അപ്പോൾ ഇത് ഇവന്മാർ വിചാരിക്കുന്ന മൊസാദ് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റുള്ളവരെ വഞ്ചിക്കുന്നതും മറ്റുള്ളവരെ പറ്റിക്കുന്നതും ഒക്കെ ഭയങ്കര ബുദ്ധിയാണ്, മറ്റുള്ളവർക്കൊന്നും കഴിയാത്തതാണെന്നൊക്കെ വിചാരിക്കുന്ന ഊളകളാണ്. പറ്റിക്കാൻ ഇത് ദണ്ഡിക്കാൻ പറ്റും, അത് വേറെ കാര്യം. അത് നമ്മുടെ വിശ്വസിക്കുന്ന ഒരാളെ വഞ്ചിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഭയങ്കര ബുദ്ധി മാൻചമ്മയെന്നൊക്കെ വളരെ ബോറാണ്. അത് പോട്ടെ. എന്നാലും ആത്യന്തികമായിട്ട് നമ്മൾ ഊളകളാകപ്പെട്ടല്ലോ എന്നുള്ളത് അവനവൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ഏറ്റെടുക്കണം വേണം. അത് ഞാൻ ഏറ്റെടുക്കുന്നു. അപ്പോൾ മാത്യു സാമുവൽ ആള് ക്രിസ്ത്യാനികളെ പറ്റിയും ഒക്കെ പറയും, സ്വാഭാവികം. ആൾ വളർന്ന ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലാണ്. ഇവിടെ സംഘികൾ പറയുന്നു, മുസ്ലിങ്ങൾ പറയുന്നു, എന്തുകൊണ്ട് ക്രിസ്ത്യാനിക്ക് പറഞ്ഞുകൂടെ പറയാം. ആൾ ദേഹത്ത് തൊടാത്തടത്തോളം കാലം, ദേഹത്ത് തൊടുന്നവരെ അനുകൂലിക്കാത്തടത്തോളം കാലം, ഈ ഭരണകൂട ഭീകരത നടത്തുന്നവരെ അനുകൂലിക്കാത്തടത്തോളം കാലം, അതിൽ നിന്ന് നടത്താൻ ശേഷിയുള്ളത് BJPക്കാണെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അപ്പോൾ അവർക്കെതിരെ പറയുന്നത് മാത്യു സാമുവൽ, നമ്മൾ മാത്യു സാമുവലിനെ ആ കാര്യത്തിൽ അനുകൂലിക്കുകയാണ്. എന്നാലും മാത്യു സാമുവലിനെയും ക്രിസ്ത്യാനികളെയും ഇതൊക്കെ പറയും, അത് മറ്റു വിഷയം. പക്ഷേ ഒരു കോമൺ കോസ് ഉണ്ട്. ആ കോസിൽ മാത്യു സാമുവൽ ഞാനിപ്പോൾ ഒരു ചാനലിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇനി മാത്യു സാമുവൽ വരികയാണെങ്കിൽ നമ്മൾ പേയ്മെൻ്റൊക്കെ ഉണ്ടാക്കാനുള്ള വഴികളൊക്കെ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്യണം. കാരണം അത് അങ്ങനെയുള്ള ആളുകൾ ഈ നാട്ടിൽ നിലനിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എല്ലാ കാര്യത്തിലും നമുക്കറിവില്ല, അല്ലെങ്കിൽ അതിനുള്ള വാക്ചാതുര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കൂടെ കൂട്ടേണ്ടതും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ വേറെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ നാസ്തിക മോർച്ചക്കാരും മറ്റുള്ള അലവലാദികളൊക്കെ ചെറുതായിട്ടൊന്ന് പ്ലേറ്റ് മാറ്റുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. കാരണം BJPക്കാർ ചെയ്യുന്ന അതേ വർഗീയത. അപ്പം BJPക്കാർ മണ്ടന്മാരെ പറ്റിച്ച് വോട്ട് നേടി ഇവിടെ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് CPM-കാർ പോയിട്ട് അവരെ കെട്ടിപ്പിടിച്ച് മുത്തുന്നതാണ്. ഇത് എൻ്റെ ഐഡിയ ആണല്ലോ, നീ നിന്നാണ് കോപ്പി അടിക്കുന്നതെന്നുള്ളൊരു പ്രശ്നം ഇപ്പോഴാണ് രവിചന്ദ്രനൊക്കെ ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇപ്പോൾ എന്താണ് ഹിന്ദുത്വം എന്ന് ചോദിച്ചാൽ അമൃതാനന്ദമായി കെട്ടിപ്പിടിക്കുന്നത്, പിന്നെ അങ്ങനെയൊക്കെ രവിചന്ദ്രൻ പറഞ്ഞുകൊണ്ടാണെന്നില്ല. അതുമാത്രമല്ല, ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നുള്ളതിന് രവിചന്ദ്രൻ പ്രതികരിക്കാതിരിക്കുന്നതും, മദ്രസ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിൽ രവിചന്ദ്രൻ പ്രതികരിക്കാതിരിക്കുന്നതും ഹിന്ദുത്വയാണ്. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊക്കെ ഇവർ വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ കൊലപാതകങ്ങൾ നടക്കുന്ന അതൊക്കെ മുസ്ലിങ്ങളാണ്, ഈ ജയിലുകൾ മൊത്തം മുസ്ലിങ്ങളാണ്, ബലാത്സംഗം മൊത്തം മുസ്ലിങ്ങളാണ്, മറ്റു മതക്കാരെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നത് മൊത്തം മുസ്ലിങ്ങളാണ്, മയക്കുമരുന്ന് കടത്തുന്ന മൊത്തം മുസ്ലിങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള
ഒരു നരേറ്റീവ് മറ്റുള്ളവരെ പോലെ സംഖ്യകളെ പോലെ സ്ട്രൈറ്റ് ആയിട്ട് പറയില്ല. അത് ഇങ്ങനെ അപ്പുറത്ത് കൂടി കടത്തിയിട്ടാണ് പറയുക. അർദ്ധസത്യങ്ങളിലൂടെയും കുറച്ച് മധുരം പുരട്ടിയിട്ടും കുറച്ച് ലോജിക്ക് പുരട്ടിയിട്ടുമൊക്കെ ഒന്ന് കോട്ടൊക്കെ ഇടിയിച്ച് മുടിയൊക്കെ വാരിയിട്ടൊക്കെയാണ് ഇവർ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെയുള്ള പരിപാടികൾ അങ്ങനെ ഒരു ഇഷ്ടം പോലെയാണ്. അപ്പോൾ അതും ഹിന്ദുത്വമാണ്. അത് ഇപ്പോൾ മിക്ക ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ NSS നായർ, ഇന്നലെ ഞാൻ ഒരു സംഗീത ചാനലിൽ നോക്കിയോ വളരെ മോശം NSS നായർ എവിടെയോ അങ്ങനെ ഈ പരദൂഷണം പറയുന്നുണ്ടല്ലോ. ഒരു പെണ്ണിനെ നമുക്ക് കിട്ടിയില്ല, അവളോട് ചോദിച്ചു കിട്ടിയില്ല. അപ്പോൾ അപ്പുറത്ത് പോയിട്ട് അവൾ വെറും മോശക്കാരായിട്ട് പോകും. നാട്ടുകാർക്ക് മൊത്തം ആ ഒരു രീതി ആണ് ഇപ്പോൾ സംഘപരിവാർ ABC ഒരു ചാനലുകളിലൊക്കെ കാണുന്നത്. NSS നായർ മൊത്തം എന്താണ് വൃത്തികേട് പറയുന്നു, മറ്റേ അമൃതാനന്ദമയി വൃത്തികേട് പറയുന്നു. അതൊക്കെ അവരുടെ കാര്യം. അപ്പോൾ ഇവരുടെ സമുദായ സ്നേഹമൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അലവലാദികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനേക്കാളും നല്ലത് അലവലാദിത്തരം കാണിച്ച് ഇങ്ങനെ അഭിനയിക്കുന്ന, അതായത് ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവരെക്കാളും നല്ലത് അഭിനയിക്കുന്നവരാണ്. അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ കൂടി മനസ്സിലാക്കണം. ഇപ്പോൾ എന്നെ പോലെ മൊത്തം ഇങ്ങനെ എല്ലാം തുറന്ന് പറഞ്ഞ് അവസാനം ആരുമില്ലാതെ മേലോട്ട് നോക്കിയിട്ട് ഇങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ശരി.